ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അതായത് ലോക ജനസംഖ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് നടുവേദനയോ കാൽമുട്ട് വേദനയോ ഒന്നും ആയിരിക്കില്ല. കാരണം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വിഷാദ രോഗം ആയിരിക്കാം. അതായത് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതൊരിക്കലും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിൽ ഒരുപാട് തരത്തിലുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും വീട്ടിലുള്ള ഹസ്ബൻഡിനോ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കും നമ്മളെ മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്ന അവസ്ഥയും പിന്നീട് അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ, അതായത് ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ സക്സസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന ഒരാളെ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന വീഡിയോ ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. അതായത് ആദ്യം നിങ്ങൾക്ക് സക്സസ്ഫുൾ എന്ന് തോന്നിയ ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു മരണം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളോ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന രീതിയിലുള്ള വിഷമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളോട് പെരുമാറുന്നതും, അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും ഉണ്ടാകുന്ന മോശമായിട്ടുള്ള പെരുമാറ്റം, ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പ്രതിസന്ധി, ചിലപ്പോൾ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ കൃത്യമായിട്ടും ബാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഒരു പക്ഷേ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഡിപ്രഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പറയുന്നത്, ഡോക്ടറെ ഞാനിപ്പോൾ ആകെ ഒരു വിഷമത്തിലാണ്, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയും. പക്ഷേ ഈ പറയുന്നതിൽ ഏകദേശം 75% പേരും ഡിപ്രഷൻ സ്റ്റേജിലൊന്നും ആയിരിക്കില്ല. അവരുടെ ചിന്തയെന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു വിഷമം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന് അടിമയായി എന്നൊരു വിശ്വാസം പലരിലുമുണ്ട്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളെ സിവിയറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വളരെ കഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഏകദേശം 2 ആഴ്ചയിൽ കൂടുതൽ നിങ്ങളുടെ കൂടെ അതുണ്ടാകണം. അതായത് ആ വിഷമം നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും വ്യാപൃതനാവാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് ബലപ്പെട്ട എന്തെങ്കിലും ഒരു വിഷമമാണ് നിങ്ങളെ ബാധിച്ചത് എന്നുണ്ട് എങ്കിൽ, അതായത് 2 ആഴ്ചയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വിഷമമാണെങ്കിൽ അവിടെ നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വിഷാദ രോഗം ബാധിച്ചു തുടങ്ങുന്നു എന്നതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ തങ്ങി നിൽക്കുന്ന വിഷമങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു ഇഷ്ടമില്ലായ്മ. അതായത് ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഞാൻ മൊബൈലിലോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതിനോ എൻ്റെ കൂട്ടുകാരുമായിട്ട് എവിടെയെങ്കിലും ഒത്തിരിക്കുന്നതിനോ ഹസ്ബൻഡുമായിട്ടോ വീട്ടിലുള്ളവരുമായിട്ടോ നല്ല രീതിയിൽ സംസാരിക്കുന്നതും പുറത്തു പോയി ആഹാരം കഴിക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ട്രാവൽ ചെയ്യുന്നതിനും എൻ്റെ ഹോബികളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതിലും ഒക്കെ പണ്ട് ഞാൻ നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. അതായത് എന്നെ ഒന്നിനും സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുക. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ തൊട്ട് നോക്കി അതിൻ്റെ അകത്ത് ഓരോ എങ്ങനെയാണെന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരാഗ്രഹം കാണും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മൊബൈലോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ പോലും പണ്ടുണ്ടായിരുന്ന ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ല എന്നൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം നമ്മളെ ഒരു പക്ഷേ ബാധിക്കുന്നതിൻ്റെ ഒരു കാരണമായിരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും നമുക്കൊരു സന്തോഷം തരുന്നില്ല എന്നൊരു സ്വയം ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇനി മൂന്നാമത്തേത്, നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതായത് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, എനിക്ക് എന്തോ ഒരു രോഗം
ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, എൻ്റെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ട് ഒരുങ്ങി പുറത്തേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. പണ്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുന്നതിനും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ക്ഷീണം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള തോന്നലും, എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ചിലപ്പോൾ തളർന്ന് വീണ് പോകുമോ എന്നുള്ള രീതിയിലേക്കുള്ള സംശയം പോലും നമുക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെ നമ്മളെ അതിഭീകരമായിട്ട് വേട്ടയാടുന്ന ക്ഷീണം, അതായത് സാധാരണ വെള്ളം കുടിച്ചില്ലെങ്കിലൊക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു ക്ഷീണമല്ല പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷീണം നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പക്ഷേ ഡിപ്രഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കാം നമ്മുടെ ബോഡി പോകുന്നത്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. അതായത് ഉറക്കക്കുറവെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ കിടന്നാൽ ഉടൻ തന്നെ ഉറങ്ങുമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തേക്കാൾ, അതായത് 6 മണിക്കാണ് ഇപ്പോൾ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നത് ഒരു പക്ഷേ 4 മണിക്കോ 3 മണിക്കോ 2 മണിക്കോ ഒക്കെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും പിന്നീട് കുറേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും അതുപോലെ തന്നെ നമുക്ക് ഉറക്കം പിന്നീട് അങ്ങോട്ട് കിട്ടുന്നില്ല. രാവിലെ ആകുന്നത് വരെ, അതായത് നേരം വെളുക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതെ കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. എന്നാൽ അത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, നമുക്ക് നെഞ്ചിടിക്കുന്നത് പോലെ തോന്നുക, നെഞ്ചിൽ എന്തെങ്കിലും കയറിയിരിക്കുന്നത് പോലെ തോന്നുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി വീണ്ടും പിറ്റേന്ന് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. നമ്മൾ സാധാരണ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേന്ന് രാത്രി അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങാനുള്ളതാണ്. പക്ഷേ രാത്രിയാവുമ്പോൾ നമുക്ക് വീണ്ടും ഉറക്കം കിട്ടുന്നില്ല എന്നൊരവസ്ഥയിൽ വരികയും ഈ ഞെട്ടലും എഴുന്നേൽപ്പും ടെൻഷനും എല്ലാം വന്നിട്ട് നമ്മുടെ ഉറക്കത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം ആണ് എന്ന് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. അതായത് ഈ ലക്ഷണങ്ങൾ, ഈ 4 ലക്ഷണങ്ങളും വരും. അതുപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മ, അതായത് നമ്മൾ സാധാരണ നല്ല രീതിയിൽ ഇറച്ചിയും മീനും മുട്ടയും എല്ലാ ആഹാരങ്ങളും കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നമുക്ക് എന്ത് ആഹാരത്തോടും ഒരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും നമുക്കൊരു ടേസ്റ്റ് തോന്നുന്നില്ല. പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ആഹാരം പോലും നമുക്ക് പൂർണ്ണമായിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ അതിനെ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമോ ഒരു തൃപ്തിയോ ഇല്ലാത്ത രീതിയിൽ മാത്രം ആഹാരം കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ 5ാമത്തെ ലക്ഷണം വരുന്നത്. അപ്പോൾ ഈ 5 ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ മൈനറായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതായത് നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ മറ്റെന്തോ ഒരു ചിന്തയിലായിരിക്കും. നമ്മൾ ഒന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആൻസർ പറയാനായിട്ട് സാധിക്കൂ എന്നുള്ള രീതി. അതായത് ഓർമ്മയെ ചെറുതായിട്ട് ഒന്ന് ചിന്തിച്ചെടുക്കേണ്ട രീതിയിലേക്ക് നമ്മുടെ ഓർമ്മ മാറുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏകാഗ്രത കുറവ്. അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി നമ്മൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ മുന്നോട്ട് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, എൻ്റെ ഈ ജോലി എന്തുകൊണ്ടാണ് തീരാത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. നേരത്തെ ഞാൻ ചെയ്ത ജോലിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഇത് പല രീതിയിലാണ് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ സ്വയം മോഡിഫൈ ചെയ്യുക. ജീവിതത്തിൽ ഞാൻ ആദ്യം ഒരാളെ ചിന്തിക്കാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടുള്ള മൈൽഡ് സ്റ്റേജിലാണെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിങ്ങിലേക്ക് പോയാലും മതി. എന്നാലും നമ്മളിപ്പോൾ ഒരു മൈൽഡ് എന്ന് മോഡറേറ്റ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് കൗൺസിലിങ് പ്ലസ് മെഡിസിൻസ് വേണം. അപ്പോൾ ആദ്യമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വ്യായാമം ചെയ്യുക, പുറത്ത് പോവുക, എല്ലാവരോടും സംസാരിക്കുക, റിലാക്സേഷൻ എക്സർസൈസുകൾ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ പോകാം. സെക്കൻഡ് സ്റ്റേജിലാവുമ്പോൾ നമുക്ക് പിന്നെ കൗൺസിലിങ്ങും മെഡിസിൻസും വേണം. ഇത് ഏകദേശം 1 ഇയറോളം മെഡിസിൻസ് കഴിച്ചാൽ പിന്നീട് ആ മെഡിസിൻ പൂർണ്ണമായിട്ടും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. നമുക്ക് ആ മരുന്നുകൾ ആവശ്യപ്രകാരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായിട്ടും നമുക്ക് ഈ പ്രശ്നം മാറിക്കഴിയുമ്പോൾ നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ആദ്യമായിട്ട് ഒരാളെ ചിന്തിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച ആൾ ജസ്റ്റ് ഞാൻ പറയുകയാണ്, ഒരു ബിൽഗേറ്റ്സിനെയാണ് നിങ്ങൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ മുകേഷ് അംബാനിയാണ്, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെയാണ്, അല്ലെങ്കിൽ
മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് റോൾ മോഡൽസ് നമ്മുടെ മുന്നിൽ നമുക്കിങ്ങനെ മിന്നി മറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ ആലോചിക്കാനുള്ളൊരു കാര്യം നോക്കൂ, മഹാത്മാഗാന്ധി ആണെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആൾ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ആളായാലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ CEO ആയാലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുകേഷ് അംബാനി ജിയോ തുടങ്ങി, അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ ഒരു കോമ്പറ്റേറ്റർ ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അടുത്ത കമ്പനികളുണ്ട്, എയർടെല്ലോ വോഡാഫോണോ അങ്ങനെയുള്ള ഓരോ കമ്പനികളും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് ഈ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചിന്തിച്ചിട്ടുള്ള എല്ലാവരെ സംബന്ധിച്ചും തുടക്കം ഒരു പരാജയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ മുതൽ മുടക്കിൽ നിന്നോ തുടങ്ങിയതിന് ശേഷം അവരൊരു കോമ്പറ്റീഷനിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പരാജയപ്പെട്ടിട്ട് ആ പരാജയപ്പെട്ട ഓരോ പടിയും ചവിട്ടി മുന്നിലോട്ട് കയറി വന്നതിന് ശേഷം സക്സസ്ഫുള്ളായി. പക്ഷേ സക്സസ്ഫുൾ ആയപ്പോൾ അവരവരുടെ ജോലി നിർത്തിയോ? അവരവിടെ നിർത്തിയിട്ടില്ല. അവരെന്താണ് ചെയ്യുന്നത്? ആ സക്സസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ വിഷമങ്ങളും. നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്ന ആളുകളെല്ലാം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയത്. നമ്മളെപ്പോഴും സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പരാജയപ്പെട്ട ആളുകളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ ഫൈനൽ വരെ മാച്ച് ഇപ്പോൾ ഇന്ത്യ കളിച്ച് പോയി, ഫൈനലിൽ ഇന്ത്യ തോറ്റു കഴിഞ്ഞാലും പേര് എഴുതുമ്പോൾ അവിടെ ഓസ്ട്രേലിയയുടെ പേരാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മൾ ഇന്ത്യയുടെ പേരല്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ലോകകപ്പ് നേടുന്ന ആളെയാണ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത്. പക്ഷേ അതിൻ്റെ ചവിട്ടുപടി വരെ എത്തിയിട്ട് നമ്മളൊരു പക്ഷേ ഫെയിലായി പോകും. ഫെയിലായെന്ന് പറഞ്ഞാൽ അടുത്ത ലോകകപ്പ് ഇന്ത്യ കളിക്കാതിരിക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ടീമിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക. നമ്മൾ കൂടുതലായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെയാണ് ജീവിതത്തിലുണ്ടാവുന്ന ഓരോ പരാജയങ്ങളും നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് നല്ല രീതിയിലും ഈ പ്രശ്നങ്ങളിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതിന് ഇപ്പോൾ മാനസിക രോഗം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞൊരു കൗൺസിലിങ്ങിന് പോകാതിരിക്കരുത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. നമ്മൾ കൃത്യമായിട്ട് കൗൺസിലിങ്ങിന് പോകുമ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടി വരില്ല. അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മുടെ മനസ്സിലുള്ള വിഷമം എന്താണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങളായിരിക്കും കൂടുതൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ആരാണോ അവരെ പോലെ, അതായത് അവരുടെ ലൈഫിൽ അവരെങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചു തുടങ്ങണം. അപ്പോൾ അവർ നേരിട്ട പരാജയങ്ങളും പരാജയത്തിൽ നിന്ന് കരകയറിയിട്ട് അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളൊരു കഥ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ കഥ പോലെയാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ പോലെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.